അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമൂഹത്തിൽ ഇപ്പോൾ ചില ആളുകളൊക്കെ റസൂലുള്ളാഹിനെ കണ്ടു, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു, ഉറക്കത്തിൽ കണ്ടു, അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുകയും ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ റസൂൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അവിടെ മുത്തി ഇവിടെ മുത്തി, അവിടെ കെട്ടിപ്പിടിച്ചു ഇവിടെ കെട്ടിപ്പിടിച്ചു, അവിടെ ഒഴിഞ്ഞു തന്നു, എന്നോട് അതാണെന്ന് പറഞ്ഞു ഇതാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തട്ടിവിടുന്ന ഓരോ കറാമത്തുകളും കള്ളക്കറാമത്തുകളൊക്കെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾപ്പാപ്പ പറഞ്ഞു, ഇതിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രൂപത്തിൽ എങ്ങനെങ്കിലും കണ്ട് ആരെങ്കിലും കണ്ട് അതിനൊന്നും യഥാർത്ഥമായിക്കൊള്ളണമെന്നില്ല, യഥാർത്ഥം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് തങ്ങൾപ്പാപ്പ പറഞ്ഞിരുന്നു. ആരെ കണ്ടാലും അങ്ങനെ തന്നെ. റസൂലാനെ കണ്ടാലും അത് റസൂലാനെ ആയിക്കൊള്ളുന്നില്ല. റസൂലാന്റെ രൂപത്തിൽ ശൈത്താൻ വരാൻ പറ്റില്ല എന്നുള്ളതാ. അല്ലാതെ ശൈത്താൻ ഞാൻ റസൂൽ എന്ന് വന്ന് പറയും എന്നോട്, മനസ്സിലായി? അപ്പോൾ ഈ കാണുന്നത് ചിലപ്പോൾ ശൈത്താനായിരിക്കും. അപ്പോൾ കുരുവട്ടൂരികളുടെ തൊയ്യൂര് കുഞ്ഞമ്മദ് എന്ന് പറഞ്ഞ പ്രഭാഷകന് കുരുപൊട്ടി. അവൻ കുരുപൊട്ടിയിട്ട് ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയില്ലേ, നമ്മളെ ഉപ്പമാര് കേട്ടിട്ടില്ലാത്ത, നമ്മളെ മുൻഗാമികൾ കേട്ടിട്ടില്ലാത്ത ഇത്തരം പിഴച്ചവാദങ്ങളുമായി കടന്നു വരുന്ന മൊയ്ലേര രൂപത്തിൽ വന്നവരായാലും മൗലവിയുടെ രൂപത്തിൽ വന്നവരായാലും അവര് ദജ്ജാലുകളാണ്, അവര് കദ്ദാബുകളാണ്. നിങ്ങളൊരു 4 കള്ളത്തൊരീകത്തുകാരെ ബാപ്പാരതി കേൾക്കാത്തതിന് സമസ്തയിലെ ആലിമീങ്ങൾ എന്ത് വഹിച്ചു ചങ്ങാതി? തൊയ്യൂര് കുഞ്ഞമ്മദേ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് പഴയ കാലത്ത് എങ്ങനെ തന്നെ വെച്ച് പുലർത്തിയത് കള്ളക്കറാമത്തുകളും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് പറയാൻ പാടില്ല എന്നും ഇതൊക്കെ തന്നെയായിരുന്നു പഴയ കാലത്തേ വെച്ച് പുലർത്തിയത്. ഇജുവാൻ്റെ ബാപ്പാർക്കും അത് അറിയാത്തത് നിങ്ങൾ ജഹാലത്ത് വേറെത്താം, അത് നിങ്ങളെ വിവരക്കേട് എന്നല്ലാതെ. എന്നിട്ട് ആ വന്യവയോഗ്യരായ മഹാനായ ഷെയ്ഖുന സയ്യിദുമാണ് ആലിമുമാണ്, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ദജ്ജാലാക്കാനുള്ള ശ്രമം ഇപ്പം പറയുന്നത് കേട്ടു നോക്കി. മൊയ്ലേര രൂപത്തിൽ വന്നവരായാലും മൗലവിയുടെ രൂപത്തിൽ വന്നവരായാലും അവര് ദജ്ജാലുകളാണ്, അവര്. എന്നാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിയുള്ള ജനങ്ങൾക്കൊക്കെ തിരിയും. സമസ്തയിലെ ഇരുവിഭാഗം സമസ്തയുടെ പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് പുറമെ സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ നജീബ് ഉസ്താദും പറയുന്ന ആശയം ഒന്നാണ്. ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടാണ് കള്ളത്തൊരീക്കത്തിൻ്റെ ആളുകൾ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കള്ളത്തൊരീക്കത്തുകാരാണ് ദജ്ജാലീങ്ങളും കസാബീങ്ങളും. അതുകൊണ്ടാണുള്ള കള്ളത്തൊരീക്കത്തുകാരുണ്ട്. കസാബ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കളവ് പറയുന്നവർ. കള്ളത്തൊരീക്കത്ത് പറഞ്ഞാൽ എന്താണ്? ത്വരീക്കത്തിൽ കളവ് കാട്ടുന്നവർ. അത് ഇവർക്കാണ് മുനാസിബ് എന്നുള്ള ബുദ്ധിയുള്ളവർക്കൊക്കെ തിരിയും. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് പിശാചിന് വന്ന് പറയാം ഞാൻ നബിയാണ്, നബിന്റെ രൂപം സ്വീകരിക്കാൻ പിശാചിന് കഴിയില്ല. ഏത് രൂപം? സാക്ഷാൽ രൂപം. അപ്പം എന്നെ കേൾക്കുന്ന മാന്യ ജനങ്ങളെ ഒന്ന് കേട്ടു നോക്കി, എത്ര കൃത്യമായിട്ടാണ് ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദും തങ്ങൾ പാപ്പയും അതുപോലെ പേരൂർ ഉസ്താദൊക്കെ പറഞ്ഞത്. ഇബ്ലീസിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാക്ഷാൽ രൂപത്തിലേക്ക് തശബ്ബുഹ് ചെയ്യാൻ കഴിയൂല. ആ തശബ്ബുഹ് ചെയ്യാൻ കഴിയൂല എന്ന് മാത്രമേ ഉള്ളൂ, സാദൃശ്യപ്പെടാൻ കഴിയൂല എന്ന് മാത്രം. അതേ സമയത്ത് ശൈത്താന് പറയാൻ കഴിയും, പറ്റിക്കാൻ വേണ്ടി നല്ലോണം ശ്രമിക്കുകയും ചെയ്യും. ഇബ്ലീസിനെ പേപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആരും ശ്രമിക്കും. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിനെ പേപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലേ? ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പേപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലേ? ഉണ്ട്, ചരിത്രം നോക്കിയാൽ കിട്ടും. ഇനി ഇങ്ങോട്ട് താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഖൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ പേപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇബ്ലീസ് അവരെ ചതിപ്പാനായി ചെന്നാര് വിധിമാലി നോക്കിയാൽ കിട്ടൂലേ? ശ്രമിച്ചിട്ടുണ്ട്. ആകാശത്ത് നിന്ന് ഭക്ഷണം ഇറക്കി കൊടുത്തു എന്നാ. ആ ശ്രമത്തിൽ ഇബ്ലീസ് പരാജയപ്പെട്ട സമയത്ത് ഇബ്ലീസ് ബഹുമാനപ്പെട്ട ഖൗസുൽ ആലമിനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എന്താണെന്നറിയോ? ഷെയ്ഖ് എന്നവരെ ഇതേ സ്പോട്ടിൽ വെച്ചിട്ട് ഞാൻ ധാരാളം നിങ്ങളുടെ അതേ മർത്തബയിലുള്ള ഔലിയാക്കളെ തകർത്തിട്ടുണ്ട് എന്ന്, ഒന്നുമല്ലാത്ത രൂപത്തിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളിന് മേലുള്ള ആളുകളാണ് അഖ്താബീങ്ങളെയും ഗൗസിനെ അടക്കം ഇബ്ലീസിന് തകർക്കാൻ കഴിയും, പല വേഷത്തിലൂടെ പല ഭാവത്തിലൂടെ. ആരെടുത്തേക്കും വരും. അപ്പം നമ്മളെടുത്തേക്കും അങ്ങനെയൊക്കെ വരും. നമുക്ക് ഇഷ്ടപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പം ഞാൻ റസൂലാന്ന് നമ്മളോട് പറഞ്ഞേക്കാം. വേഷം കെട്ടാൻ കഴിയൂല, സാദൃശ്യമാകാൻ കഴിയൂല. ലാ യതമസ്സലു ശൈത്താൻ പറഞ്ഞാൽ റസൂലുള്ളാഹിനെ സാദൃശ്യപ്പെടാൻ കഴിയൂല എന്നാ.
പറയാൻ കഴിയൂല എന്നല്ല, ഇതാണ് ഈ മഹാന്മാരാകുന്ന ഉസ്താദ്മാരൊക്കെ പറഞ്ഞത്. പറയാൻ കഴിയും. അതുകൊണ്ടല്ലേ ചില ആളുകളൊക്കെ എന്നോട് റസൂൽ പറഞ്ഞതാണ്, ഞാൻ ഓനെ കൊല്ലും, ഞാൻ മറ്റവനെ തല്ലും. ഇപ്പം നാളിപ്പോൾ ഇലക്ഷൻ നടന്ന നേരത്തെ ഒരുത്തം പറഞ്ഞില്ലേ, ഈ നിങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടില്ലായിരുന്നോ? അയാളെന്താ പറഞ്ഞത്? അവിടെ മറ്റാൾ ജയിക്കും, മറ്റവൻ തോൽക്കും, മറ്റവൻ ജയിക്കും എന്നൊക്കെ പറഞ്ഞു. ആരാ പറഞ്ഞു? എനിക്ക് അറിവായിട്ടുണ്ട്, റസൂലിൻ്റെ അടുത്തേക്ക് നേർക്ക് നേരെ വന്നതാണെന്നാ. ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഓൻ ജയിക്കും എന്ന് പറഞ്ഞിടത്തൊക്കെ തോറ്റിക്കുകയാണ്, ഓൻ തോൽക്കും എന്ന് പറഞ്ഞിടത്തൊക്കെ ജയിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ പല സംഭവങ്ങളുണ്ടാവും. ഇവൻ്റെ അടുത്തേക്ക് റസൂൽ വന്നിട്ടുണ്ടെന്ന് ഓന് തോന്നിയിട്ടുണ്ടാവും. യഥാർത്ഥ റസൂലായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ തന്നെ റസൂലാനെ കണ്ടാലും അത് റസൂലാനെ ആയിക്കൊള്ളുന്നില്ല. റസൂലാന്റെ രൂപത്തിൽ ശൈത്താൻ വരാൻ പറ്റില്ല എന്നുള്ളതാ. അല്ലാതെ ശൈത്താൻ ഞാൻ റസൂലെന്ന് വന്ന് പറയൂ എന്നോട്, മനസ്സിലായി? അപ്പോൾ ഈ കാണുന്നത് ചിലപ്പോൾ ശൈത്താനായിരിക്കും. ഈ കിട്ടണാണ് കിട്ടിയപ്പോൾ തൊയ്യൂക്കാരൻ കുഞ്ഞമ്മതി ഓന്തിന് കമ്പിപ്പാർ കൊടുത്താൽ മതിയിട്ട് ഓളം തള്ളണണ്ടാണ് നിങ്ങൾ. എന്തൊരു ആവേശത്തിൽ ഓളം തള്ളണമെന്നറിയാം. ഞങ്ങളെ മുത്ത് റസൂലിനെ തൊടാൻ വരരുത്, മിണ്ടിപ്പോകരുത്. പാച്ചത്വനിവാസം പറയാ, എന്തും പറയാന്നുള്ള ധിക്കാരാണോ? പറഞ്ഞോളൂ. ഇന്ത്യ രാജ്യത്തെ പൗരൻ എന്ന നിലക്ക് നിങ്ങൾക്ക് പറയാം. പക്ഷേ സുന്നിയുടെ പേരിൽ പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യും ഞങ്ങൾ. എന്താ പറഞ്ഞത്? സുന്നത്ത് ജമാഅത്തിനെ ചോദ്യം ചെയ്തല്ല, സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദാണ്. പിന്നെ ആരാണ് ഈ ഞങ്ങൾ? ഇജും തൊയ്യൂർ കുഞ്ഞമ്മീൻ്റെ ഒപ്പമുള്ള ഈ പറഞ്ഞ അബ്ദുസമ്മദ് അൻവരിയും ഒതുക്കങ്കല നൗഷാദും പിന്നെ എൻ്റെ മെഷായിഖ് എന്ന് ഇജ് പറയുന്നത് ആരെ? റമദാൻ മാസം പോലും നട്ടുച്ച നേരത്ത് കോഴി ബിരിയാണി തിന്നുന്ന ആ കുരുവട്ടൂർ ഹക്കീമിനെയാണ് മെഷായിഖ് എന്ന് ഇജ് പരിചയപ്പെടുത്തുന്നത്. ഞങ്ങളെ മശായിഖന്മാരെ നിർദ്ദേശത്തിൽ, അവരെ മദതിൽ. മഷായിഖന്മാരെന്ന് ജമ്മ പറയാൻ മാത്രമുള്ള മഷായിഖൊന്നും എനിക്കില്ല. ആകെയുള്ളൊരു ഷെയ്ഖ് ഉണ്ട്, അതെന്നെ നിങ്ങളെ മുറബി, അതെന്നെ നിങ്ങളെ ഇലാഹും, അതെന്നെ നിങ്ങളെ പഠിച്ചോനും ഒക്കെ. അതാരാണ്? കുരുവട്ടൂർ ഹദ്ദുല്ലാഹിൽ ഹക്കീം എന്ന് പറഞ്ഞ ചങ്ങാതി. ഓൻ ഒരുപാട് കള്ളക്കറാമത്തുകളായിട്ടും ഓൻ പിന്നെ ഒരു കൊല്ലത്തിൽ 2 വട്ടം ഹജ്ജ് ചെയ്യുന്നും 100 ഹജ്ജൊക്കെ ചെയ്തുകണമെന്നും അവൻ തന്നെ മദീനത്തേക്ക് പറന്നാ പോകലെന്നും ഇതൊക്കെ നമ്മുടെ മുമ്പേ പറഞ്ഞ കാര്യങ്ങളാണ്. വിശദീകരിച്ച് അജ് കേട്ടിട്ടുണ്ടാവും. മാത്രമല്ല ഈ തൊയ്യൂർ കുഞ്ഞമ്മദിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു എന്ന് ഓൻ നോക്കാതെയാണ്. ഓനായി ഒരു വർഷം പോലും എന്താ പറഞ്ഞതെന്ന് കേൾക്കാതെ അവനെ ആരോ എഴുതി കൊടുത്തത് വായിക്കണം അവൻ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലിപ്പിലൊക്കെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം മലയാളത്തിൽ എഴുതി കൊടുത്തവരെ ഓൻ തപ്പിപ്പയച്ച് വായിച്ചിട്ടാണ് ഓൻ അത് തെറ്റാണ് ഇത് തെറ്റാണെന്ന് പറയുന്നത്. വളരെ കൃത്യമായി ശൈത്താൻ ഞാൻ റസൂലുള്ളയാണെന്ന് പറഞ്ഞു വരും. അന്നോട് മനസ്സിലായോ? അപ്പോൾ നീ കാണുന്നത് ശൈത്താനായിരിക്കും. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് ബഹുമാനപ്പെട്ട തങ്ങൾപ്പാപ്പ പറഞ്ഞത് കേട്ടിട്ടില്ല. ഇവനാരോ എഴുതി കൊടുക്കുന്നു, ആ കൊടുത്തത് പ്രകാരം മൈക്കകൾ ആയി സംസാരിക്കുന്നു. അതാണ് എൻ്റെ റോള്. എന്നിട്ട് അവൻ പറയുന്നത് എന്താ? ഹബീബരായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ രൂപത്തില് ഇവിടെ ശൈത്താൻ വരെ കടന്നു വരുമെന്ന് ഇന്ന് വരെ മുസ്ലിം ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത വാദഗതികൾ കൊണ്ടുവന്നു. കണ്ട പച്ച നോണ പറയുന്നത്, ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദജ്ജാൽ സത്യത്തിൽ കുരുവട്ടൂരുകളാണ്, കദ്ദാബൂനാറിനെ കളവ് പറയും ചെയ്യുക. അത് രണ്ടും കുരുവട്ടൂരുകൾക്കാണ് യോജിക്കുന്നത്. ഹബീബരായ റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായപ്പെട്ട ആ രൂപത്തിൽ വരുന്ന ആരാ ഇവിടെ പറഞ്ഞത്? ഏതെങ്കിലും ക്ലിപ്പുണ്ടെങ്കിൽ കൊണ്ടുപോകാം കുരുവട്ടൂരെ. കുരുവട്ടൂരും കുരുവട്ടൂരിൻ്റെ പിന്നെ ആളുകളായ ആർക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? ഹബീബരായ റസൂലുള്ളാഹിന്റെ പരിശുദ്ധമാക്കപ്പെട്ട രൂപത്തിൽ വരുന്ന ഏതെങ്കിലും പണ്ഡിതൻ പറഞ്ഞോ? പറഞ്ഞതൊക്കെ എന്താണ്? അത് ആരെ കണ്ടാലും അങ്ങനെ തന്നെ. റസൂലാനെ കണ്ടാലും അത് റസൂലാനെ ആയിക്കൊള്ളുന്നില്ല. റസൂലാന്റെ രൂപത്തിൽ ശൈത്താൻ വരാൻ പറ്റില്ല എന്നുള്ളതാ. അല്ലാതെ ശൈത്താൻ ഞാൻ റസൂലെന്ന് വന്ന് പറയൂ എന്നോട്, മനസ്സിലായി? അപ്പോൾ ഈ കാണുന്നത് ചിലപ്പോൾ ശൈത്താനായിരിക്കും. വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ ശൈത്താൻ വരാൻ കഴിയൂല. ശൈത്താൻ പല രൂപത്തിൽ വന്ന് ഞാൻ റസൂലാന്ന് പറയാൻ കഴിയുമെന്ന് എത്ര വ്യക്തമാണ്. എന്നിട്ടും ഈ ഹംക്ക് പറയുന്നത് വീണ്ടും ഹബീബരായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു മനുഷ്യൻ സ്വപ്നത്തിൽ കണ്ടാൽ അത് പിശാചാകുമെന്ന് വരെ പറയാൻ ഇയാൾക്ക് മനസ്സാക്ഷി കുത്തുണ്ടായില്ല. എന്തേ ഇതിനൊക്കെയുള്ള കാരണമറിയോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? തകരാറ് സംഭവിച്ചു പോയത് അതേ അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളോടുള്ള ഇദ്ദേഹത്തിന്റെ സമീപന രീതിയിൽ സംഭവിച്ച ഏറ്റവും വലിയ അപകടമാണ്. സത്യത്തിൽ തകരാറുള്ളത് കുരുവട്ടൂരുകളായ ആളുകളുടെ 3-4 പേരുടെ തലക്കാണ്. തലൻ്റെ അകത്തെ തകരാറുള്ളത് വേറൊന്നുമല്ല. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ പി ഉസ്താദിനോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനോ പേരോട് ഉസ്താദിനോ അതല്ലെങ്കിൽ പിന്നെ നജീബ് ഉസ്താദിനോ ഒന്നുമല്ല തകരാറുള്ളത്. മുത്തുക്കോയ തങ്ങൾക്കു തീരെ തകരാറുമില്ല.
തകരാറുള്ളത് കുരുവട്ടൂരുകളുടെ തലക്കാണ്. ഒന്ന് ചികിത്സിക്കണം. ഇപ്പോൾ പോയാൽ കുതിരവട്ടത്ത് പറ്റും. കുരുവട്ടൂരിൽ നിന്ന് കുതിരവട്ടത്ത് കൊണ്ടുപോയാൽ മതി. ചങ്ങായി വളരെ സൗകര്യമല്ലേ. മഹാന്മാരായ മശായിഖന്മാരുടെ അഹിലുകളായ ആൺകുട്ടികളുണ്ട് ഇവിടെ. ആ ആൺകുട്ടികളെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, ഇന്ന് പറഞ്ഞതാവില്ല നാളെ പറയുക. മിഞ്ഞാന്ന് പറഞ്ഞതല്ല ഇന്നലെ പറഞ്ഞത്. രാവിലെ പറഞ്ഞതിന് മറുപടി ആയിരിക്കും വൈകുന്നേരം പറയുക. അതാണ് മഹാന്മാരുടെ മശായിഖന്മാരുടെ ആൺകുട്ടികളെ പ്രത്യേകത. ഇപ്പോൾ 2023 വരെയുള്ളതൊക്കെ മൻസൂഖാണ്, ഒക്കെ ജാഹിലിയ കാലഘട്ടം എന്ന് പറയും. ഈ 13 വർഷക്കാലം ഷെയ്ഖിൻ്റെ നേർക്കുനേരെ കിട്ടിയതാണ്. അള്ളാഹുവിൽ നിന്ന് നേർക്കുനേരെ കിട്ടിയ ഇൽമ പറയുന്നത് ലദുന്യായ ഇൽമാണ്. മറ്റേതാണ് തേങ്ങയ്ക്കല്ലേ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റടിക്കപ്പോൾ തള്ളി, ഒന്നായിട്ട് തള്ളിയിട്ട് പറഞ്ഞു ഇതുവരെ പറഞ്ഞു ഒന്നും പറഞ്ഞല്ല. ഇജിപ്പോൾ സത്യത്തിൽ ഇജിപ്പോൾ കുടിച്ചതാ കള്ള് ഹംകീങ്ങളെ. എന്നിട്ട് ഈ പൊതുജനങ്ങളെ മൊത്തം വിഡ്ഢികളാക്കുക, മുമ്പിലിരിക്കുന്ന ആൾക്കാരൊക്കെ കുരങ്ങൾപ്പിച്ച. എന്നിട്ട് കുറേ കഴിഞ്ഞതിൻ്റെ ദിവസം അതാണ് തള്ളുക. അല്ല, അതിൻ്റെ അടുക്ക് കുറേ എണ്ണം ജീവൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർത്താനം വിഷയിച്ച് കുറേ ആൾക്കാർ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ജീവൻ പോയല്ലോ. ഓൻ്റെ അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞാൽ ഇജി പിന്നെ കൈയേക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കേട്ട് കുറേ പോയ ഈ പറഞ്ഞ നാൾ ലോകന്നായിട്ട് നിയന്ത്രിക്കുന്ന CM വലിയുള്ള പറഞ്ഞ ആ സക്കാഫി ഉണ്ടല്ലോ, മൊയ്ന്ത് സക്കാഫി, മരിച്ചു പോയേ. ഓനെ പോലത്തെ ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും ആഖിറത്തിൽ? ഇജൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് വിടൂല. നിങ്ങൾക്ക് എന്ത് പച്ച തോന്നിയാസം വിളിച്ചു പറയാൻ നിങ്ങൾ മനസ്സിലാക്കിയത്? അതിന് പിടിച്ചാൻ കിട്ടണ്ട എനിക്ക് വിടാൻ. എനിക്കിതുവരെ ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങൾ എന്താ പറഞ്ഞതെന്നോ, നജീബ് ഉസ്താദ് എന്താ പറഞ്ഞതെന്നോ, പൊന്മൾ ഉസ്താദ് എന്താ പറഞ്ഞതെന്നോ എനിക്ക് തിരിഞ്ഞിട്ടില്ല. സമസ്തൻ്റെ ആശയം അറിയില്ല. ഇജ്ജ് കള്ളത്തൊരീക്കത്തേൻ്റെ ആ കഞ്ഞി വെച്ചാൽ അത് കുടിച്ചുകൊണ്ട് ആ ബോധത്തിൽ അപ്പോഴും സംസാരിക്കണത്. തലൻ്റെ അകത്ത് നായ്ക്കാട്ടല്ലേ, പിന്നെ എങ്ങനെ എനിക്കിത് തിരിയോ? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് പിശാചിന് വന്ന് പറയാം ഞാൻ നബിയാണ്, നബിന്റെ രൂപം സ്വീകരിക്കാൻ പിശാചിന് കഴിയില്ല. തൊയ്യൂര കുഞ്ഞമ്മദിനും നൗഷാദിനും അതുപോലെ സമദിനും തലൻ്റെ അകത്ത് നായ്ക്കാഷ്ടമല്ലെങ്കിൽ കാതിന് കേൾക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഒന്ന് കേട്ടു നോക്കുക. ഇതാണ് പറഞ്ഞത്. ഇതിനെന്താ തെറ്റിയെന്ന് ഇതന്നെ എല്ലാ ഉസ്താദന്മാരും പറയണത്. വളം തിരിഞ്ഞിക്കണം നിങ്ങൾ 4 മാത്രമാണ്. ഏത് രൂപം? സാക്ഷാൽ രൂപം. എന്നാ ഞാൻ ചോദിക്കട്ടെ, അതാണ് ചോദിച്ച് ഇപ്പൊ നോക്കുങ്ങൾ സുഹൃത്തുക്കളെ, ഈ വഹാബീസത്തിലേക്ക് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ റിക്രൂട്ട്മെന്റ് ചെയ്യാനായി ഒരു പുതിയ തന്ത്രം വഹാബികൾ മെനയുന്നുണ്ട്. എന്താണ്? എന്തൊക്കെയോ ചില പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് ഇത് ഞങ്ങൾ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാല് വഹാബി മൗലൈമാര് അവരാ കോലത്തിൽ വന്നിട്ട് പറഞ്ഞപ്പോൾ അത് ആർക്കും യേശൂല എന്നുള്ള കാര്യം ഉറപ്പല്ലേ. ആയതുകൊണ്ട് തൽക്കാലം ഇപ്പം ഞങ്ങൾക്കുള്ളൊരു റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ട് നിങ്ങളെ വാടകയ്ക്ക് എടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കേരളത്തിലെ കുറച്ച് മൊയ്ലിയാക്കന്മാരെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഏത് ആ വാടകയായി തന്ന ക്യാഷ് പോക്കറ്റിലിട്ടുകാണ്ട് അതും തുപ്പി പിടിച്ചുകൊണ്ടാണ് തൊയ്യൂര് കുഞ്ഞമ്മദ് പറയുന്നത്. കുഞ്ഞമ്മദ് അത് അനക്കാ വാടക തന്നിട്ടുള്ളത്. നീയും നിൻ്റെ ആളുകളുടെയും പ്രസംഗം കേട്ടിട്ടാണ് ഈ അടുത്ത കാലത്തൊക്കെയും ആളുകൾ വഹാബിയായി പോയത്. 13 വർഷക്കാലം വഹാബി ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വഹാബിയായി പോയ ആൾക്കാരെ വിളിച്ചതും ചോദിച്ചു നോക്ക്. ഈ 13 വർഷക്കാലത്ത് സുന്നിയിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തം വഹാബി ആയിട്ടുണ്ടെങ്കിൽ അത് നാട്ടിൽ നിന്നാണെങ്കിലും ഗൾഫിൽ നിന്നാണെങ്കിലും അവൻ വളരെ വ്യക്തമായി പറയും, കുരുവട്ടൂരികളാകുന്ന ആളുകൾ CM വലിയുള്ളാഹിയെ വെച്ചിട്ടും ഔലിയാക്കളെ വെച്ചിട്ടും കളിക്കണ കണ്ടത് കൊണ്ടാണ് ഞങ്ങൾ വഹാബിയായതെന്ന്. എനിക്കനുഭവമുള്ളാടോ. എത്രയോ ആളുകൾ ഈ പറഞ്ഞ കുരുവട്ടൂരികളുടെ പ്രഭാഷണം കേട്ടിട്ട് വഹാബിയായി പോയിട്ടുണ്ട്, തനിച്ച വഹാബി. പിന്നെ അവരൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇന്നത് കുരുവട്ടൂരി ആശയമാണ്, ഇന്നത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. മുജാഹിദുകളും തന്നെ ഈ കുരുവട്ടൂരി കള്ളത്തൊരീക്കത്തുകാർ പറഞ്ഞിട്ട് ഇതാണ് ശരിക്കും സുന്നീസ് എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് സുന്നിന്ന് സമർത്ഥിക്കാനാണ് നോക്കുന്നത്. കാരണം എന്താ? എന്നിട്ട് വേണം സുന്നിയാൾ കാഫിറാന്ന് പറയാൻ വേണ്ടിയിട്ട്. കാരണം 1926 മുതൽ ഇന്ന് വരെ വഹാബികൾ തലതിരിഞ്ഞ് ചിന്തിച്ചിട്ടും തലതിരിഞ്ഞ് വാദിച്ചിട്ട് പോലും തല കുത്തനെ നിന്നിട്ട് പോലും സുന്നികൾ കാഫിറാണെന്നോ മുശ്രിക്കാണെന്ന് പറയാൻ വ്യക്തമായൊരു തെളിവ് അവർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഈ കുരുവട്ടൂരികൾ തൊള്ള വളക്കാൻ തുടങ്ങിയോടുകൂടി കുഫ്രിയത്തിൻ്റെ വാദങ്ങൾ അങ്ങനെ പറയാൻ തുടങ്ങി. അത് CM തന്നെയാണ്, അള്ളാഹു തന്നെയാണ് CM, ഇങ്ങനെ തുടങ്ങിയ വാദങ്ങളായപ്പോൾ പിന്നെ വഹാബികൾക്ക് ഗ്രിപ്പിട്ടി. ആ ഗ്രിപ്പ് വെച്ചിട്ടാണ് അതിലൂടെയാണ് അധിക സുന്നികൾ മൂല്യമാരായ ആൾക്കാർ പോലും വഹാബിയായിപ്പോയി. എന്തേ കാരണം? ഇതല്ലേ സുന്നിസം എന്ന് മനസ്സിലാക്കിപ്പോയി. അപ്പോൾ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം വളർത്തുന്നത് കുരുവട്ടൂരിസത്തിലൂടെയാണ്. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ട പിന്നെ അത് ശൈത്താനോ? എവിടെ നിന്ന് വന്നു ഈ വാദം? ആര് പഠിപ്പിച്ചു ഈ ആശയം?
ഇത് അഹ്ലുസുന്നക്ക് ഈ വാദം പരിചയമില്ല. അഹ്ലുസുന്നക്ക് പരിചയമില്ല, അവർക്ക് നല്ല പരിചയമുണ്ട്. അതുകൊണ്ടാണല്ലോ പണ്ഡിത സംഘടനയുടെ 3 പണ്ഡിത സംഘടനയുടെയും തലപ്പത്തിരിക്കുന്ന 3 പണ്ഡിതന്മാരും പറഞ്ഞത് ഒരേ ആശയം, ഒരേ വിഷയം. അപ്പം എന്താണ്, അതവർ തോന്നിയത് പറഞ്ഞതല്ല. അവർക്ക് അവരുടെ ഉസ്താദന്മാരിൽ നിന്ന് പരമ്പരാഗതമായി കിട്ടിപ്പോന്ന ആ വിശ്വാസാചാരമാണ്. തോന്നിയത് പറയുന്നത് കുരുവട്ടൂരുകളാണ്. കാരണം എന്തുകൊണ്ട്, നമ്മളെ ബുദ്ധിക്കും അങ്ങനെ തന്നെ കേൾക്കില്ല. ഒരുത്തം വന്നുകൊണ്ട് പറയുകയാണ് ഞാൻ കുയിലിൻ്റെയും മയിലിൻ്റെയും ഒക്കെ രൂപത്തിൽ റസൂലുള്ളാഹിനെ കണ്ടു. അപ്പം അതൊക്കെ കണ്ടില്ലേ, ഓക്കെ. ഒരുത്തം പറയുകയാണ് ഞാൻ അവിടെ ചെന്ന് ബോംബിടണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റാളെ മൂന്നൊക്കെ ഒന്ന് കൊടുക്കണമെന്ന് റസൂൽ ഇന്നലെ എൻ്റെ സ്വപ്നത്തിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂടെ അപ്പോൾ ഷംസുലൽമി ഉണ്ടായിരുന്നു. അപ്പം ശരിയില്ലേ, അതും ഓക്കെ. ഒരുത്തൻ പറയണ അവിടെ മറ്റോ തോൽക്കുമെന്ന് പറഞ്ഞിങ്ങനെ, മറ്റോ ജയിക്കുമെന്നും പറഞ്ഞിങ്ങനെ. ഇതൊക്കെ എന്നോ ആരാ പറഞ്ഞ, റസൂലുള്ള പറഞ്ഞു എന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറയാം ഓക്കെ, ഇനി സ്വപ്നത്തിൽ കണ്ടില്ലേ. കുരുവട്ടൂരാൾക്ക് പറയാൻ പറ്റുള്ളത്, മുസ്ലിങ്ങൾക്ക് പറയാൻ പറ്റൂല. മുസ്ലിങ്ങൾ ഹബീബായ റസൂലുള്ളാഹിനെ സ്വപ്നം കാണുകയാണെങ്കിൽ തന്നെ അത് ശമായിൽ തിർമിദിയിൽ പറഞ്ഞതുപോലെ റസൂലുള്ളാഹിന്റെ സിഫത്തുകളോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപങ്ങൾ, ഹബീബായ റസൂലുള്ളാഹിനെ എങ്ങനെയാണ് ചിരിച്ചത്, എങ്ങനെയാണ് നടന്നത്, എന്താണ് വലുപ്പം, എന്താണ് നിറം, ഇതൊക്കെ വളരെ വ്യക്തമാക്കി പണ്ഡിതന്മാരുടെ കിതാബുകൾ പറഞ്ഞിട്ടുണ്ട്. അത് യോജിച്ചിട്ട് റസൂലാണെങ്കിൽ വന്നത് റസൂലാണോ അല്ലെന്ന് മനസ്സിലാക്കാം. അതാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ നജീബ് ഉസ്താദ് പറഞ്ഞത്. ഇത് കണ്ട സഹാബാക്കളെ കണ്ടെങ്കിൽ കണ്ടത് തന്നെയാണ്. അതേ സമയത്ത് നമ്മളിത് കണ്ടതാണ് കണ്ടിട്ടില്ലല്ലോ, വളരെ വ്യക്തമായി എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് നബിയാണെന്ന് പറഞ്ഞ് വന്നാലും അത് നബിയാണോ അല്ലേ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ശൈത്താനാവാം. അതാ പറഞ്ഞത് വളരെ വ്യക്തമായി. കേട്ടില്ല, എനിക്ക് പറഞ്ഞ് മനസ്സിലായിട്ടില്ല. ഇന്നിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കണ്ടു എന്ന് പറയണമൊക്കെ ശൈത്താൻ തന്നെ ആയിരിക്കും, യാതൊരു സംശയവുമില്ല. കാരണം ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവൻ കൂടെ പറയുന്നത് എന്താ അറിയോ, 3 ഏക്കർ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, അത് നിങ്ങൾ എനിക്ക് വാങ്ങിത്തരാൻ വേണ്ടി ആളെ അയക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ പേ വെക്കൂലേ, ഗൂഗിൾ പേ വെക്കണ്ട, അത് നേർക്ക് നേരെ തരുമെന്ന്. ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം മകള് ഒരു സ്വർണ്ണാഭരണം ചോദിച്ചപ്പോൾ എനിക്ക് സ്വർണ്ണാഭരണം സ്വർഗത്തിൽ പോരേ എന്ന് ചോദിച്ചതാണ് ഹബീബായ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിനെ പറ്റിയാണ് 3 ഏക്കർ കാണിച്ചെത്തു. അതെന്തിനാ സംഭവം, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇതിലേക്ക് ചേർക്കുകയാണ്. അത് കള്ളത്തരാന്ന് തിരിച്ചറിയാൻ ബുദ്ധിയുള്ളവർക്ക് കഴിയും, പക്ഷെ 3 കഴിയൂല. ആ 3 ആരാണ്, കുരുവട്ടൂര് നൗഷാദിന് കഴിയൂല, തൊയ്യൂര് കുഞ്ഞമ്മൂന് കഴിയൂല, അത് സംബന്ധം അനുവരിക്കും കഴിയൂല. കാരണം എന്തേ, ഓൻ്റെ തലൻ്റെ അകത്ത് നായിക്കാട്ടാണ്. നായിക്കാഷ്ടം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, അതായത് കൊണ്ട് തലച്ചോറുള്ളവർക്ക് അത് തിരിച്ചറിയുള്ളൂ.